നിങ്ങളുടെ കയ്യിൽ ഒരു പ്രോപ്പർ ഡോക്യുമെന്റ് ഇല്ലെങ്കിൽ റഷ്യയിലേക്ക് വരാതിരിക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. കാരണം നിങ്ങളെ 100% റഷ്യയിൽ നിന്ന് നാട്ടിലേക്ക് തിരിച്ചയക്കും, അതിൽ ഒരു സംശയവും വേണ്ട. കാരണം അതിന് ഒരു ഉദാഹരണമായിട്ട് കഴിഞ്ഞ 2 ദിവസം മുമ്പായിട്ട് ഒരാൾ റഷ്യയിലേക്ക് വരാൻ വേണ്ടി നോക്കിയായിരുന്നു. പുള്ളി വർക്ക് പെർമിറ്റിലാണ് വന്നത്. പക്ഷെ പുള്ളിയുടെ കയ്യിൽ എല്ലാ ഡോക്യുമെന്റ്സും പക്ക ക്ലിയർ ആയത് കാരണം പുള്ളിക്ക് നാട്ടിലേക്ക് തിരിച്ചു പോകേണ്ട ഒരു സിറ്റുവേഷൻ വന്നിട്ടില്ല. കാരണം എമിഗ്രേഷൻ വന്നിട്ടുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസും കാര്യങ്ങളാണ് നിങ്ങളുടെ അടുത്ത് ഞാൻ ഇന്ന് പറയുന്നത്. അപ്പോൾ അവർ ചോദിച്ചാൽ നിങ്ങൾ അതിനുള്ള കറക്റ്റ് ആൻസർ കൊടുത്തില്ലെങ്കിൽ നിങ്ങൾക്ക് 100% നാട്ടിലേക്ക് തിരിച്ചു പോകേണ്ടതായിട്ട് വരും. അപ്പോൾ എല്ലാവർക്കും മലയാളി റഷ്യ എന്ന പുതിയ വീട്ടിലേക്ക് സ്വാഗതം. ഐ ഗെസ് കഴിഞ്ഞ 2 ദിവസം മുമ്പ് എനിക്കുണ്ടായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണ് നിങ്ങളുടെ മുമ്പിൽ ഞാൻ ഇന്ന് ഷെയർ ചെയ്യുന്നത്. അതായത് വർക്ക് പെർമിറ്റ് എടുത്തിട്ട് നാട്ടിൽ നിന്നും, അതായത് റഷ്യയിലേക്ക് ഒരാൾ, എനിക്കറിയാവുന്ന ഒരാളാണ്. പുള്ളി വർക്ക് പെർമിറ്റിൽ റഷ്യയിലേക്ക് വന്നു. അപ്പോൾ നമ്മുടെ നാട്ടിലുള്ള എമിഗ്രേഷനിലോ അങ്ങനെ പ്രോബ്ലംസോ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ റഷ്യയിൽ വന്ന് ലാൻഡ് ചെയ്ത് DME എന്നുള്ള ഒരു എയർപോർട്ടിലാണ് പുള്ളി ലാൻഡ് ചെയ്തിട്ടുള്ളത്. അപ്പം റഷ്യയിലെ ഏറ്റവും 2 ഇന്റർനാഷണൽ എയർപോർട്ടാണെന്ന് അറിയാം, SPO ആൻഡ് DME, അതായത് ദൊമോദേദോവ് എയർപോർട്ട്, ഷർമദേവ് എയർപോർട്ട് എന്നാണ് ഈ 2 എയർപോർട്ടുകൾ അറിയപ്പെടുന്നത്. മെയിനായിട്ട് ഫോറിൻ സിറ്റിസൺ വന്ന് ലാൻഡ് ചെയ്യുന്ന, ഏറ്റവും കൂടുതൽ ഫോറിനേഴ്സ് വന്ന് ലാൻഡ് ചെയ്യുന്ന ഇന്റർനാഷണൽ എയർപോർട്ടുകളാണ് ഈ 2 എയർപോർട്ടുകൾ. അപ്പോൾ അതിന് ഉദാഹരണമായിട്ടുള്ള ഒരു കാര്യമാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങളായി ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. അപ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക്, കാരണം പല ആൾക്കാരും വീഡിയോ മുഴുവനായിട്ട് കാണുന്നില്ല. അപ്പോൾ നിങ്ങൾ എന്നെ വിളിച്ചിട്ട് കാര്യമില്ല, നിങ്ങൾ മുഴുവനായി കണ്ടു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ജെന്യൂനിറ്റി എന്താണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും. ഇത് എന്തൊക്കെ പ്രിക്കോഷൻസ് നിങ്ങൾ വരുന്നതിന് മുമ്പായിട്ട് എടുക്കേണ്ടത് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഫുള്ള് കണ്ടിട്ട് മാത്രം നിങ്ങൾ എന്നെ വിളിക്കുക, കോൺടാക്ട് ചെയ്യുക, എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ എനിക്കറിയാവുന്ന കാര്യങ്ങളായി നിങ്ങളായിട്ട് ഞാൻ ഷെയർ ചെയ്ത് തരാം. പിന്നെ അതുകൊണ്ട് നിങ്ങൾക്ക് പിന്നെ ഇതൊക്കെ അറിഞ്ഞിരുന്നെങ്കിൽ നിങ്ങൾ നാളെ എമിഗ്രേഷനിൽ നിന്ന് നാട്ടിലേക്ക് തിരിച്ചു പോകേണ്ട ഒരു സിറ്റുവേഷൻ വരത്തില്ല. അപ്പോൾ ഇത് അറിഞ്ഞിരിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. കുറച്ച് കാര്യങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം. കഴിഞ്ഞ 2-3 ദിവസം മുമ്പ് എനിക്കൊരു അനുഭവം ഉണ്ടായി. അതായത് ഒരാൾ വർക്ക് പെർമിറ്റിൽ റഷ്യയിലേക്ക് വന്നു. അപ്പോൾ റഷ്യയിലേക്ക് വന്ന സമയത്ത് എമിഗ്രേഷന് ഈ പുള്ളിക്ക് എന്നെ അറിയാവുന്നതാണ്. പുള്ളി എൻ്റെ നമ്പറും കാര്യങ്ങളൊക്കെ കൊടുത്താണ്. അപ്പം എനിക്ക് ഈ വർക്ക് പെർമിറ്റിനെ കുറിച്ചൊക്കെ അറിയാവുന്നതാണ്, ഏകദേശം കാര്യങ്ങളൊക്കെ അറിയാവുന്ന ഒരാളാണ്. അതുകൊണ്ടാണ് പുള്ളി ഇങ്ങനെ വർക്ക് പെർമിറ്റ് വരുന്ന സമയത്ത് എൻ്റെ നമ്പർ കൊടുത്തു. അപ്പോൾ എമിഗ്രേഷനിൽ എനിക്ക് ഒരു കോൾ വന്നു. അപ്പോൾ ഇവർ ചോദിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ ഏത് ജോബിലേക്കാണ് റഷ്യയിലേക്ക് പോകുന്നത്? രണ്ടാമത്തെ ചോദിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കാരണം ഈ പുള്ളി ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ റഷ്യയിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അതായത് റഷ്യയിൽ ഈ ഷൂട്ടൗട്ടും കാര്യങ്ങളൊക്കെ നടന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. മോസ്കോയിൽ നടന്നിട്ടുള്ള സംഭവങ്ങളാണ്. അപ്പോൾ ഇതിൽ കൂടുതലും ഞാൻ പറയാനുള്ള കാരണം, ഇതിൽ മുസ്ലിങ്ങളാണ് കൂടുതലും, മുസ്ലിം നാമധാരികളാണ് കൂടുതലും ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. അപ്പം ഈ ചെയ്യുന്ന ചില ആളുകൾ ചെയ്യുന്ന തെറ്റ് എല്ലാ മുസ്ലിങ്ങളും അനുഭവിക്കേണ്ടതായിട്ട് വരും. അതൊരു യാഥാർത്ഥ്യമാണ്. കാരണം വെച്ചാൽ ചില ആളുകൾ ഇതിനെ വളരെ മോശമായിട്ടുള്ള മൈൻഡുള്ള മെന്റാലിറ്റിയുള്ള മുസ്ലിങ്ങളുണ്ട്. മുസ്ലിങ്ങൾ എല്ലാ റിലീജിയനിലും അങ്ങനെയുള്ള ആൾക്കാരുണ്ട്. പക്ഷെ അങ്ങനെയുള്ള ചില ആൾക്കാരുണ്ട്, ഒരു കൂട്ടായ്മ വളരെ തീവ്രമായിട്ടുള്ള മോശമായിട്ടുള്ള മനോഭാവം വെച്ച് പുലർത്തുന്ന ചില ആളുകളുണ്ട്. അവർ ചെയ്തിട്ടുള്ള കുറച്ച് പ്രശ്നങ്ങൾ കാരണം ഇപ്പം എല്ലാ മുസ്ലിങ്ങളും ഇതിൻ്റെ ഒരു ഇരയായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മുസ്ലിങ്ങൾ വരുമ്പോൾ ഒരു സ്പെഷ്യൽ ചെക്കിങ്, അവർ താടിയൊക്കെ കണ്ടു കഴിഞ്ഞാൽ അവർക്ക് എന്തായാലും ഒരു ഡൗട്ട് വരും. അപ്പം പല രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് മുസ്ലിങ്ങൾക്ക് നേരിടേണ്ടി വരിക. കാരണം ഒരാൾ ചെയ്ത തെറ്റിൻ്റെ ഫലം എല്ലാ ആൾക്കാരും അനുഭവിക്കേണ്ടത് വരും എന്ന് പറയാറില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ ഒരു സംഭവം ഉണ്ടായിട്ടുള്ളത്. കഴിഞ്ഞ ഒരു ആൾ നാട്ടിൽ നിന്ന് വന്ന സമയത്ത് പുള്ളി താടിയൊക്കെ വെച്ചിട്ടാണ് നാട്ടിൽ നിന്ന് വന്നത്. അപ്പോൾ തന്നെ പുള്ളിയെ കണ്ടപ്പോൾ തന്നെ ഇവർക്ക് ഡൗട്ട് തോന്നി. അപ്പം പക്ഷെ പുള്ളിയുടെ കൈമ ലീഗലായിട്ടുള്ള എല്ലാ ഡോക്യുമെന്റ്സും കാര്യങ്ങളും ഉണ്ടായിരുന്നു. പുള്ളിയെ തിരിച്ചയക്കേണ്ട ഒരു ആവശ്യമോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല. കാരണം പുള്ളിയുടെ കയ്യിൽ എല്ലാ ഡോക്യുമെന്റും. അപ്പം ഇമിഗ്രേഷൻ വന്നപ്പം അവിടെ നിന്ന് എനിക്ക് ഉണ്ടായിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് എന്നെ അറിയാവുന്ന ഒരാളാണ്. അപ്പോൾ പുള്ളിയെ ഒന്ന് എനിക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റിയത്. അപ്പോൾ പുള്ളിയുടെ കയ്യിൽ ഡോക്യുമെന്റ്സ് ഒക്കെ കറക്റ്റ് ആയിരുന്നു. അപ്പോൾ അവർ ചോദിച്ചത്, നിങ്ങൾ ഏത് കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത്, ഏത് കമ്പനിയിലേക്കാണ് പോകുന്നത്, നിങ്ങളുടെ കമ്പനിയുടെ അതായത് ഏത് കമ്പനിയുടെ ഫുൾ ഡീറ്റെയിൽ, അതായത് കമ്പനിയിലെ മാനേജർ, MDയുടെ പേര്, പിന്നെ ആരാണ് കമ്പനി ഡെസിഗ്നേഷൻ മൊത്തം, അത് കമ്പനിയുടെ ഏത് മോസ്കോയിൽ എവിടെയാണ്, മോസ്കോയിൽ ഏത് സിറ്റിയിലാണ് വർക്ക് വരുന്നത്, ഏത് ഫീൽഡിലേക്കാണ് നിങ്ങൾക്ക് വർക്ക് വരുന്നത്, നിങ്ങളുടെ വർക്കുമായിട്ട് ബന്ധപ്പെട്ട് A to Z കാര്യങ്ങൾ, നിങ്ങളുടെ ഇന്നെ നമ്പർ, അതായത് ടാക്സ് നമ്പർ, എല്ലാ കാര്യങ്ങളും അവർ ചോദിച്ചുകൊണ്ട് എനിക്ക് കഴിഞ്ഞ 2-3 ദിവസം മുമ്പ് ഒരു കോൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഈ കമ്പനിയെക്കുറിച്ചും അതുപോലെ തന്നെ അതിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ അറിയാവുന്നത് കാരണം എനിക്ക് ആ കാര്യങ്ങൾ അവരുടെ മുമ്പിൽ റഷ്യൻ ലാംഗ്വേജിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിഞ്ഞു.
ആ സമയത്ത്. കാരണം ഇതിനെക്കുറിച്ച് അപ്പം പല ആൾക്കാരും ഇപ്പോൾ ബെബ് എന്ന് വിളിച്ചു കഴിഞ്ഞാൽ, അതായത് ഇവർ വിളിക്കുന്ന സമയത്ത് നമ്മൾ റഷ്യൻ ലാംഗ്വേജ് അറിയാത്ത ഒരാളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ അവരുടെ മുമ്പിൽ നമ്മൾ ബെബ് എന്ന് വിളിച്ചാൽ അവർ ഫോൺ കട്ട് ചെയ്തിട്ട് അവർ ഈ പുള്ളിയെ നാട്ടിലേക്ക് തിരിച്ചയക്കും എന്ന് വേറൊരു ഓപ്ഷൻസ് അവരുടെ മുമ്പിലില്ല. കാരണം ഒരു പ്രോപ്പർ ഇൻഫർമേഷൻ നിങ്ങൾ കൊടുത്തില്ലെങ്കിൽ അവർ നേരെ നാട്ടിലേക്ക് തിരിച്ചയക്കുകയാണ് ചെയ്യുക. അപ്പം നിങ്ങൾ കയ്യിൽ പക്ക ക്ലിയർ ആയിട്ടുള്ള, ഇപ്പോൾ റഷ്യയിൽ പല രീതിയിലുള്ള ആൾക്കാർ പല രീതിയിലുള്ള തട്ടിപ്പുകൾ നടത്തി ആളുകളെ റഷ്യയിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. അപ്പം ഇതൊക്കെ പക്ക ക്ലിയർ ഡോക്യുമെന്റ് അല്ലാത്ത കാരണമാണ് പല പ്രോബ്ലംസും വരിക ആളുകൾക്ക്. അപ്പം ഈ ഡോക്യുമെന്റ്സ് ഒക്കെ പക്ക ക്ലിയർ ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ഇങ്ങനെയുള്ള പല ക്വസ്റ്റ്യൻസും കാര്യങ്ങളും ഇങ്ങോട്ട് ചോദിക്കും. അത് 100%. അപ്പം നിങ്ങൾ അതിനുള്ള പതറാതെ നിങ്ങൾ അതിനുള്ള ആൻസർ കൊടുക്കുക. അപ്പം നിങ്ങളൊരു കമ്പനിയിൽ നിന്ന് ഒരാൾ നിങ്ങളെ കമ്പനി ഇൻവൈറ്റ് ചെയ്യുകയാണെങ്കിൽ കമ്പനിയുടെ പേര്, കമ്പനിയുടെ അഡ്രസ്സ്, കമ്പനിയുടെ ഡെസിഗ്നേഷൻ, കമ്പനി എവിടെയാണ് മോസ്കോ സിറ്റിയിൽ ചെയ്യുന്നത്, കമ്പനിയുടെ നിങ്ങളുടെ ജോലി എന്താണ്, ഏത് ഒക്കുപ്പേഷനാണ് ജോലി ചെയ്യുന്നത്, എല്ലാ കാര്യങ്ങളും, കോൺടാക്ട് ഡീറ്റെയിൽസ്. അതായത് കോൺടാക്ട് ഡീറ്റെയിൽസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഏതാളാണ് നിങ്ങൾ പ്രിവിലേഷൻ ചെയ്യാത്തത്, ഇൻവിറ്റേഷൻ വന്നിട്ട് റഷ്യയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്ന അയാളെ കോൺടാക്ട് ഡീറ്റെയിൽസ്, കാര്യങ്ങൾ, എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം നിങ്ങൾ വരുന്ന മുമ്പിൽ. കാരണം ഇപ്പം ഭയങ്കര സ്ട്രിക്റ്റ് ആണ്. സ്ട്രിക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മാതിരി സ്ട്രിക്റ്റ് ആണ്. നിങ്ങൾക്ക് കയറി വരാൻ കുറച്ച് ബുദ്ധിമുട്ട്, മുമ്പത്തെ പോലത്തെ ഒരു സിറ്റുവേഷൻ അല്ല, നല്ല ബുദ്ധിമുട്ടുണ്ട് റഷ്യയിലേക്ക് വരാണെങ്കിൽ ഇപ്പം. അപ്പം നിങ്ങൾ എല്ലാ പക്ക ലീഗലായിട്ടുള്ള എല്ലാ കാര്യങ്ങളും പക്ക ക്ലിയർ ആണെങ്കിൽ മാത്രം നിങ്ങൾ റഷ്യയിലേക്ക് വന്നാൽ മതി എന്നാണ് എനിക്ക് പറയാനുള്ളത്. വെറുതെ ഇവിടെ വന്നിട്ട് തിരിച്ചു പോകേണ്ട ഒരു സാഹചര്യം വരുത്തരുത്. അതാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം. അപ്പം കഴിഞ്ഞ 2-3 ദിവസമായിട്ട് കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആയതാണ് വീഡിയോ ചെയ്യാൻ പറ്റാതിരുന്നത്. അപ്പോൾ എന്നിരുന്നാലും എനിക്ക് പറയാനുള്ളത് ഈ കാര്യങ്ങൾ തന്നെയാണ്. അപ്പം നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. കാരണം നാളെ നിങ്ങൾ ഇത്രയൊക്കെ ക്യാഷ് കൊടുത്തിട്ട് വന്നിട്ട് ഇവിടുന്ന് തിരിച്ചു പോകാനുള്ള ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ അത് വളരെ പ്രയാസം ഉളവാക്കുന്ന ഒരു കാര്യമാണ്. വളരെ പ്രയാസം ഉണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ്. നമ്മളാകെ ടയർഡായി പോകും. കാരണം ഇത്രയൊക്കെ പൈസ കൊടുത്തിട്ട് റഷ്യയിൽ വരുന്ന സമയത്ത് ലാസ്റ്റ് ഇവിടം വരെ എത്തിയിട്ട് ഇവിടുന്ന് തിരിച്ചു പോകേണ്ട സാഹചര്യം വന്നാൽ, അപ്പം നിങ്ങൾ വരുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ പ്രിപ്പറേഷൻ എടുക്കുന്നത് വെച്ചാൽ ഏത് കമ്പനിയാണോ നിങ്ങൾ ഇൻവൈറ്റ് ചെയ്യുന്നത്, ആരാണോ നിങ്ങൾ ഇൻവൈറ്റ് ചെയ്യുന്നത്, ഏത് വർക്ക് പെർമിറ്റിലാണ് നിങ്ങൾ വരുന്നത്, അപ്പോൾ ആ വർക്ക് പെർമിറ്റിന്റെ മൊത്തം ഡീറ്റെയിൽ നിങ്ങൾ കയ്യിലുണ്ടായിരിക്കണം. വർക്ക് ഇൻവിറ്റേഷൻ, വർക്ക് ഗ്യാരണ്ടി ലെറ്റർ നിങ്ങളുടെ കയ്യിൽ അതിന്റെ കോപ്പിയും കാര്യങ്ങളും ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ നിങ്ങളുടെ സബ്മിഷൻ പേപ്പർ പത്പിച്ച് എന്ന് പറയും, അതായത് ദ ഗബൂർ പ്രിഗ്ലഷന് പത്പിച്ച്, ഇത് 3 കാര്യങ്ങൾ നിങ്ങളുടെ കയ്യിൽ ഒരു പ്രിന്റ് ഔട്ട് എടുത്ത് കയ്യിലുണ്ടായിരിക്കണം. പിന്നെ അതുപോലെ തന്നെ നിങ്ങളുടെ ആരാണ് കമ്പനിയിലെ മെയിൻ ഹെഡിൻ്റെ ഒരു ഫോൺ നമ്പർ നിങ്ങൾ കയ്യിലുണ്ടായിരിക്കണം. നിങ്ങളെ ഇമിഗ്രേഷൻ കോൾ പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഈ നമ്പർ അവർക്ക് കൊടുക്കുക. ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ഇമിഗ്രേഷൻ കോൾ വരും, അവർക്ക് കോൾ ഡയറക്റ്റ് കോൺടാക്ട് ആക്കും, അവരോട് സംസാരിക്കും. അപ്പോൾ എല്ലാം ഓക്കെ ആണെങ്കിൽ നിങ്ങൾ അവിടെ നിന്ന് കടത്തിവിടും. അങ്ങനെ ഈ പുള്ളി കഴിഞ്ഞ 2 ദിവസം മുമ്പ് എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞ് ക്ലിയർ ആയതിനു ശേഷം ഒരു 1 അവറിൻ്റെ അടുത്ത് 1.5 അവർ ഈ പുള്ളിയെ ഇവിടെ ഇമിഗ്രേഷനിൽ പിടിച്ചു നിർത്തി. അപ്പം കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ചു. അപ്പം കാര്യങ്ങളൊക്കെ എല്ലാം ക്ലിയർ ആയത് കാരണം മാത്രമാണ് ആ പുള്ളിയെ എൻട്രി ചെയ്യാൻ വിട്ടത്, എക്സിറ്റ് ആയത് പുള്ളി അവിടുന്ന്. അതായത് ബോർഡിംഗ് പാസ് കഴിഞ്ഞ് എക്സിറ്റ് ആയത്. ഇല്ലെങ്കിൽ പുള്ളി നാട്ടിലേക്ക് പോകേണ്ട ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായത്. ഒരു 50% ആണ് അവിടെ ചാൻസ് ഉണ്ടായിട്ടുള്ളത്. പക്ഷേ എന്നാലും എന്തോ ദൈവം സഹായിച്ച് പുള്ളിക്ക് റഷ്യയുടെ അകത്തേക്ക് എൻ്റർ ചെയ്യാൻ വേണ്ടി സാധിച്ചു. കാരണം പക്ക ക്ലിയർ ആയിട്ടുള്ള ഇൻഫർമേഷൻ നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റിയത് കാരണമാണ് അവരെ റഷ്യയുടെ അകത്തേക്ക് അവർ എൻ്റർ ചെയ്യാൻ വിട്ടത്. അപ്പോൾ ഇനി വരുന്ന ആൾക്കാരോട് പറയാനുള്ളത്, നിങ്ങൾ എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ കയ്യിലുണ്ടായിരിക്കുക, എല്ലാ ഡോക്യുമെൻറ്റും കയ്യിലുണ്ടായിരിക്കുക, വെറുതെ ഇവിടെ വന്ന് പെടാതിരിക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ നിങ്ങൾ തിരിച്ചു പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടാക്കരുത്. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇങ്ങനെയുള്ള നല്ല ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ ആയിട്ട് കാണുന്നവരെല്ലാവർക്കും ഗുഡ് ബൈ.